നമ്മുടെ ഫോണിൻ്റെ അകത്തുള്ള സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ കാണാം ഗൂഗിൾ. ഈ ഒരു ഗൂഗിൾ ഓപ്ഷൻ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മുമ്പേ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ ജിമെയിൽ ഐ ഡികളും ഇതിനകത്ത് കാണാൻ സാധിക്കും. പല ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ മുമ്പേ സെറ്റ് ചെയ്ത് വെച്ച ജിമെയിൽ ഐ ഡികളായിരിക്കാം. നിലവിൽ നമ്മളിപ്പോൾ ഉപയോഗിക്കാത്ത ജിമെയിൽ ഐ ഡികളും അതിനകത്ത് കാണാൻ സാധിക്കും. എന്നാൽ എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു പഴയ ജിമെയിൽ ഐ ഡിയുടെ പാസ്വേഡ് നമ്മൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് നമുക്കത് റിക്കവർ ചെയ്യാൻ സാധിക്കുക? അതിനായിട്ടുള്ള ചെറിയൊരു വീഡിയോ ആണ്. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഫോണിലെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. നേരത്തെ കാണിച്ചതുപോലെ തന്നെ ഗൂഗിൾ ഓപ്ഷൻ നിങ്ങൾക്ക് താഴെയായിട്ട് കാണാൻ സാധിക്കും. ഈ ഒരു ഓപ്ഷൻ നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്യുക. മുകളിലായിട്ട് നമുക്ക് നമ്മുടെ ഫോണിൻ്റെ അകത്ത് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡീഫോൾട്ട് ആയിട്ടുള്ള ഇമെയിൽ ഐ ഡി നിങ്ങൾക്ക് അവിടെ കാണാം. ആ ഒരു ഇമെയിൽ ഐ ഡിയുടെ നേരെയായിട്ട് വലതുവശത്തായിട്ട് ഒരു എയറോ ഐക്കണും കാണാൻ സാധിക്കും. ഈ ഒരു എയറോ ഐക്കൺ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൻ്റെ അകത്ത് എത്ര ജിമെയിൽ ഐ ഡി സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇവിടെ കാണിച്ചു തരുന്നതായിരിക്കും. ഇതിൽ നിന്നും ഏത് ജിമെയിൽ ഐ ഡിയുടെ പാസ്വേഡാണ് നിങ്ങൾക്ക് തിരിച്ചെടുക്കേണ്ടത് ആ ഒരു ജിമെയിൽ ഐ ഡിയുടെ നേരെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ജിമെയിൽ ഐ ഡി മുകളിലായിട്ട് വന്നതായിട്ട് കാണാൻ സാധിക്കും. ആ ഒരു ജിമെയിൽ ഐ ഡിയുടെ താഴെയായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഗൂഗിൾ അക്കൗണ്ട്. ആ ഒരു ഭാഗം ഒന്ന് നിങ്ങൾ സെലക്ട് ചെയ്യാം. ശേഷം താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം ഗൂഗിൾ പാസ്വേഡ്. അതിന് താഴെയായിട്ട് കാണാം ലാസ്റ്റ് ചേഞ്ച്. നമ്മൾ അവസാനമായിട്ട് അതിൻ്റെ പാസ്വേഡ് ചേഞ്ച് ചെയ്തിട്ടുള്ള ഡേറ്റ് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഗൂഗിൾ പാസ്വേഡ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതായിട്ട് ഇങ്ങനൊരു ഓപ്ഷനാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക, പാസ്വേഡ്. ഈ ഒരു പാസ്വേഡിൻ്റെ അകത്ത് ആദ്യത്തെ കോളത്തിൽ കാണാൻ സാധിക്കും പുതിയ പാസ്വേഡ് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ജിമെയിൽ ഐ ഡിക്ക് ആവശ്യമായിട്ടുള്ള പുതിയൊരു പാസ്വേഡ് നിങ്ങൾ എൻ്റർ ചെയ്യുക. അതിനുശേഷം താഴെയായിട്ട് കാണുന്ന കൺഫേം ഈ ഒരു പാസ്വേഡ് എൻ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾ താഴെ കാണുന്ന ചേഞ്ച് പാസ്വേഡ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു ജിമെയിൽ ഐ ഡിയുടെ പാസ്വേഡ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. ചെറിയൊരു വീഡിയോ ആണ്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.